ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ആണ് നോക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി, ക്ലോസിങ് ഇൻവെൻട്രി, ഓപ്പണിംഗ് ഇൻവെൻട്രി ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയും കുറച്ച് സാധനങ്ങൾ നമ്മൾ വയ്ക്കുകയും അത് ബാലൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതായത് അൺസോൾഡ് ഐറ്റംസ് റിമൈൻഡ് ഇൻ അവർ സ്റ്റോക്ക്. അപ്പോൾ ഇതിന് പല വാല്യൂസ് ഉണ്ടാവും. നമ്മൾ വാങ്ങിയ ഒരു വാല്യൂ, ഇപ്പോൾ മാർക്കറ്റിലുള്ള വാല്യൂ, നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഏത് വാല്യൂലാണ് ഇത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. വാല്യുവേഷന് ഒരു മെത്തേഡുണ്ട്. അതിൽ നമ്മൾ രണ്ട് കോസ്റ്റുകൾ കൺസിഡർ ചെയ്യണം ഈ ഇൻവെൻട്രിയുടെ. അതായത് രണ്ട് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്നാമത്തത് കോസ്റ്റ് ഓഫ് ദി ഇൻവെൻട്രി, രണ്ടാമത്തത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് പൈസ ചിലവാക്കിയോ അതെല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ ആയിരിക്കും കോസ്റ്റ്. അത് ആക്ച്വൽ കോസ്റ്റ് പ്ലസ് ക്യാരേജ് ഉണ്ടെങ്കിൽ അത്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അത്, പാക്കേജിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ അത്, അതെല്ലാം കൂടെ കൂട്ടിയായിരിക്കും നമ്മുടെ കോസ്റ്റ്. ഫസ്റ്റ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്ന ആ വേർഡ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നോ അത് വിറ്റിട്ട് അതായിരിക്കും നമ്മുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു 100 രൂപയാണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അതാണ് റിയലൈസബിൾ വാല്യൂ. ബട്ട് നമ്മൾ അതിനു വേണ്ടി വേറെ എന്തെങ്കിലും സെയിലിന് വേണ്ടിയിട്ട് എക്സ്പെൻസസ് സെയിൽ ചെയ്യുന്നതിന് മുൻപേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 100 രൂപയിൽ നിന്ന് അത് നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. അതായത് എസ്റ്റിമേറ്റഡ് സെയിലബിൾ വാല്യൂ മൈനസ് റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് കോസ്റ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പോളിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനായിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നു, അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് കുറച്ച് പൈസ ചിലവാക്കുന്നു. ഇതെല്ലാം നമ്മൾ ആ സെയിലിന് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ കേസിൽ രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് കോസ്റ്റ്, ഒന്ന് നെറ്റ് റിയലൈസബിൾ വാല്യൂ. എന്നിട്ട് ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇതിലേതാണോ ചെറിയ വാല്യൂ ആ വാല്യൂവിലായിരിക്കും നമ്മുടെ ഇൻവെൻട്രി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. ഇതിൽ ആപ്ലിക്കബിൾ ആവുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്